ശങ്കുവേട്ട, പിള്ളേരുടെ കല്യാണം ഇനിയും വെച്ച് താമസിപ്പിക്കണോ? രാധികയ്ക്ക് വയസ്സ് 20 മനുവിനും ജോലിയായില്ലേ? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. മനു ലീവിന് വരുമ്പോൾ ഞാൻ അവൻ്റെ സൗകര്യം കൂടെ ചോദിച്ചു നോക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച ദിവസം നോക്കി നിശ്ചയം നടത്തിയിട്ട് പിന്നെ കല്യാണം അവന് ലീവ് കിട്ടുന്ന നോക്കി നടത്താൻ നമുക്ക്. ശങ്കരൻ പെങ്ങൾക്ക് വാക്കുകൊടുത്തു. അതോടെ ഊർമിളയ്ക്ക് ആശ്വാസമായി. ഊർമിളയുടെ ഒരേ ഒരു ആങ്ങളെയാണ് ശങ്കരൻ. അവരുടെ ഭർത്താവ് രാധികയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. അങ്ങനെ സ്വത്തുക്കൾ ഭാഗം വെച്ചപ്പോൾ വാടക വീട്ടിൽ മോളുമായി തനിച്ചു കഴിഞ്ഞിരുന്ന ഊർമിളയ്ക്ക് അച്ഛൻ തറവാട് എഴുതി കൊടുത്തു. തൊട്ടടുത്ത വളപ്പിൽ ശങ്കരൻ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അയാളെ സഹായം കൊണ്ടാണ് രാധിക ഡിഗ്രി വരെ പഠിച്ചത്. വളപ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങയും അടക്കയും വിറ്റാണ് അവർ മറ്റു ചിലവുകൾ നടത്തുന്നത്. കുഞ്ഞുനാൾ മുതലേ ശങ്കരന്റെ മോൻ മനുവും രാധികയും തമ്മിലുള്ള വിവാഹം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇരുവർക്കും തമ്മിൽ ഇഷ്ടവുമുണ്ട്. അതുകൊണ്ട് മനുവിന് എപ്പോ വേണോ തറവാട്ടിൽ വരാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മനു ജോലി കിട്ടി ചെന്നൈയിൽ പോയ ശേഷം ഒരുപാട് അകലുന്ന പോലെ രാധികയ്ക്ക് തോന്നുന്നുണ്ട്. ഊർമിളയ്ക്കും അങ്ങനെ തോന്നിയിട്ടാണ് കല്യാണം വേഗം നടത്താൻ സഹോദരനോട് പറഞ്ഞത്. അയാൾക്കും അതിനോട് എതിർപ്പില്ലായിരുന്നു. എല്ലാ മാസവും അവസാനം മനു ലീവിന് നാട്ടിൽ വന്നു പോകാറുണ്ട്. ഇനി അവൻ വരുമ്പോൾ കല്യാണക്കാര്യം പറയണമെന്നും എത്രയും പെട്ടെന്ന് നടത്താനാണ് തങ്ങളുടെ ആഗ്രഹമെന്നും മകനോട് പറയാൻ ശങ്കരനും ഉറപ്പിച്ചു. അമ്മാവന്റെ തീരുമാനം അറിഞ്ഞ് രാധികയും സന്തോഷിച്ചു. ആ മാസം അവസാനം മനു വന്നു. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനും അമ്മയും എവിടെയോ വീടും പൂട്ടി പോയിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ തറവാട്ടിൽ ചാവി കൊടുത്ത് പോകാറുണ്ട്. മനു ചാവി വാങ്ങാൻ തറവാട്ടിൽ പോകുമ്പോൾ രാധിക അവിടെ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഊർമിള കുടുംബശ്രീക്ക് പോയിരുന്നു. അന്ന് മനു വരുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അവൾ അടുക്കളയിൽ അവനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് മനു പുറത്തുനിന്ന് വിളിച്ചത് അവൾ കേട്ടില്ല. ചാരിക്കിടന്ന വാതിൽ തുറന്ന് അകത്ത് കയറിയ മനു അവിടെയെങ്ങും ആരെയും കാണാതെ നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് നടന്നു. ഇളം പച്ച ധാവണി ഉടുത്ത് പിന്തിരിഞ്ഞു നിന്ന് എന്തോ ചെയ്യുന്ന രാധികയാണ് അവൻ അടുക്കളയിൽ പോയപ്പോൾ കണ്ടത്. നിതംബം മറഞ്ഞു കിടക്കുന്ന മുടിയും അവളുടെ വെളുത്ത വയറും അതിലെ പുക്കിൽ ചുഴിയും അവനിലെ പുരുഷനെ ഉണർത്തി. മനു ശബ്ദം ഉണ്ടാക്കാതെ അവളുടെ പിന്നിൽ പമ്മി പമ്മി ചെന്നു. അവൾ ഒന്നും അറിയാതെ നിൽക്കുകയാണ്. ഇടത് കൈ അവളുടെ ഇടുപ്പിൽ പിടിച്ച് വലത് കൈകൊണ്ട് തോളിലൂടെ അമർത്തി മനു രാധികയെ കെട്ടിപ്പിടിച്ചു. മനുവേട്ടൻ ഇത്ര പെട്ടെന്ന് വന്നോ? പിന്തിരിഞ്ഞു നോക്കാതെ തന്നെ പ്രിയപ്പെട്ടവന്റെ സ്പർശനം മനസ്സിലാക്കി അവൾ ചോദിച്ചു. നീ കുറച്ചുകൂടെ സുന്ദരിയായല്ലോ രാധു. അവളുടെ ഇടുപ്പിൽ നിന്ന് അവന്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ അമർന്നു. രാധിക ഒന്നേങ്ങിപ്പോയി. മനുവേട്ടാ, വേണ്ടാട്ടോ, എന്നെ വിട്ടേ. കൊഞ്ചലോടെ അവൾ കുറുകി. രാധികയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവൻ അവളെ അട്ടിമുടി നോക്കി. പെട്ടെന്ന് വീശിയ കാറ്റിൽ അവളുടെ മാറിൽ നിന്നും ധാവണി ഊർന്നുപോയി. മനുവിന്റെ നോട്ടം കണ്ട് ചൂളിപ്പോയ രാധിക വേഗം മാറിടം ഷാള് കൊണ്ട് മറച്ചു. മനുവേട്ടൻ ചാവി വാങ്ങാൻ വന്നതല്ലേ, ഞാൻ എടുത്തു തരാം. അങ്ങനെ അങ്ങ് പോയാലോ? അവിടെ നിൽക്ക് പെണ്ണെ. അവന്റെ അടുത്തു നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ച രാധികയെ അവൻ കൈക്കുള്ളിലാക്കി. ചുമരോട് ചേർത്ത് നിർത്തി മനു അവളുടെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു. അവന്റെ ശരീരം നെഞ്ചിലമർന്നപ്പോൾ രാധിക ഒന്ന് വിറച്ചു. കൈകാലുകൾ കുഴഞ്ഞ് തളർന്നു പോകുന്നു. ആദ്യമായിട്ടാണ് അവൻ അവളോട് ഇത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്, ഉമ്മ വയ്ക്കുന്നത്. ഒരുപക്ഷെ കല്യാണം ഉറപ്പിക്കുമെന്ന് അമ്മാവനിൽ നിന്ന് അറിഞ്ഞിട്ടാവും ഇങ്ങനെയൊക്കെ എന്നവൾ വിചാരിച്ചു. അല്ലെങ്കിൽ കയ്യിലോ കവിളിലോ ഉമ്മ വയ്ക്കാനൊക്കെ മാത്രമാണ് അവൾ സമ്മതിക്കുന്നത്. ചുണ്ടിൽ ഉമ്മ വയ്ക്കണേ ആദ്യമായാണ്. അതവൾക്ക് നല്ല ഇഷ്ടമായി. ശരീരം കുളിര് കോരുന്ന പോലെ. മനു പരിധി വിടുകയാണ് എന്ന ഓർമ്മയിൽ രാധ അവനെ അകറ്റി നിർത്തി. ഇതൊക്കെ തന്നെ ഓവറാണ് മനുവേട്ടാ. കല്യാണം കഴിഞ്ഞു മതി ബാക്കിയെല്ലാം. എനിക്ക് പറ്റില്ല കള്ളത്തരം ചെയ്യാൻ. എന്താ രാധു, പ്ലീസ്. ഞാനല്ലേ നിന്റെ മനുവേട്ടൻ. നിന്നെ ഇങ്ങനെ തനിച്ച് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അമ്മാവ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടത്താമെന്ന് പറഞ്ഞല്ലോ. അതുവരെ ഒന്ന് ക്ഷമിക്ക്. രാധിക പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടി. ആരെ കല്യാണം? നമ്മുടെ ഏട്ടൻ അറിഞ്ഞില്ലേ? അമ്മാവൻ പറഞ്ഞില്ലേ? രാധു നിഷ്കളങ്കതയോട് ചോദിച്ചു. ഇല്ല, നിശ്ചയം ഉടനെ കാണും, രാധു പറഞ്ഞു. മനു മെല്ലെ അവളിൽ നിന്ന് മാറി. നീ താക്കോലുതാ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. എന്താ, എന്നോട് പിണങ്ങിയോ? ഇല്ല. മനു അവളെ മുഖത്ത് നോക്കാതെ ചാവി വാങ്ങിപ്പോയി. താൻ ഒന്നും സമ്മതിക്കാത്തത് കൊണ്ട് അവൻ പിണങ്ങിയെന്ന് അവൾ കരുതി. രാധു പിന്നിൽ നിന്ന് വിളിച്ചിട്ടും അവൻ നിന്നില്ല. പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കുളത്തിനടുത്തേക്ക് നടക്കുമ്പോഴാണ് പുറത്തെ ആൽമരത്തിന് മറവിൽ നിന്നൊരു കരച്ചിൽ രാധു കേട്ടത്. ഞാൻ ഗർഭിണിയാണേട്ടാ. എന്നെ ചതിച്ചിട്ട് രാധുവിനെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് ഭാവമെങ്കിൽ സത്യമായിട്ടും നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഞാൻ മരിക്കും. ഞാനൊന്നും അറിഞ്ഞില്ല മിനി. ഇന്നലെ വീട്ടിൽ വന്നപ്പോഴാണ് നിശ്ചയം ഉടനെ നടത്തുമെന്ന് കേട്ടത്.
നമ്മുടെ ബന്ധം രണ്ട് വീട്ടിലും സമ്മതിക്കില്ല. ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ. എനിക്ക് എവിടെയാണെങ്കിലും ഏട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. രാധു അറിഞ്ഞാൽ എന്തു ചെയ്യും? നമ്മൾ അവളെ ചതിച്ചെന്ന് കരുതില്ലേ? മിനി ചോദിച്ചു. നീയല്ലേ എൻ്റെ പുറകെ നടന്ന് എന്നെ വഴിതെറ്റിച്ചത്. ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ശരീരം കാട്ടി മോഹിപ്പിച്ചു, സ്വന്തമാക്കി. എന്നെ എല്ലാ രീതിയിലും കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഏട്ടനെ എനിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ എല്ലാ ഏട്ടന് തന്നത്. നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല മിനി, മനു സമാധാനിപ്പിച്ചു. ശബ്ദം കേട്ട് രാധിക അവരെ തിരിച്ചറിഞ്ഞു. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മിനിയും മനുവേട്ടനുമാണ് അത്. അവർ തന്നെ ചതിച്ചിരിക്കുന്നു. രാധുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അവൾ അപ്പോൾ തന്നെ അമ്മാവനോട് പോയി എല്ലാം പറഞ്ഞു കൊടുത്തു. മനുവേട്ടനെ അമ്മാവൻ അടിച്ചു പുറത്താക്കി. അവൻ മിനിയെയും കൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പിന്നീട് അമ്മ പറഞ്ഞ് അവൾ അറിഞ്ഞു. മിനിക്ക് മനുവേട്ടനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അവൾ മുമ്പ് പറഞ്ഞിരുന്നു. രാധുവിന് അറിയാം. തങ്ങൾ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞു അവൾ അത് വിട്ടു എന്ന് പറഞ്ഞതുമാണ്. മനുവേട്ടൻ അവളോട് എല്ലാ രീതിയിലും നിന്ന ശേഷമാണ് തന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. വഴങ്ങിക്കൊടുക്കാത്തത് നന്നായി. രണ്ടാളും കൂടെ തന്നെ മനഃപൂർവ്വം ചതിച്ചു. തൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. പക്ഷെ അത് മനുവേട്ടൻ അർഹിക്കുന്നില്ല. ചതിയനായിരുന്നു. രാധികയ്ക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. എങ്കിലും അവൾ അതെല്ലാം സഹിക്കാൻ പഠിച്ചു. നല്ലൊരു ജീവിതം തനിക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മനുവിനെ മറക്കാൻ രാധു ശ്രമിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.